ഓണത്തിലിറങ്ങിയതിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് രാജാതിരാജ ആണ് എന്നാണ് എല്ലാ എൻ്റെ സുഹൃത്തുക്കളും പൊതുവായി എനിക്കിപ്പം പിന്നെ നമ്മൾ മറ്റു സിനിമകൾ ഞാൻ കുറേ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രാജാതിരാജയിൽ ഒരു കുറച്ച് വേഷം ഞാൻ അല്പനേരമാണെങ്കിലും ചെയ്തതിൽ ലാസ്റ്റ് വരെ ഇല്ലേ? ആദ്യ അവസാനക്കാരനല്ലേ? അതെ അതെ. പടം തുടങ്ങുമ്പോഴേ നിങ്ങളെ കാണിക്കുന്നത്, എന്നെ കാണിക്കുന്നതിന് മുമ്പേ. അതെ. ആദ്യം അവസാനം വരെ ഉണ്ട് നെൽസൺ. അപ്പോൾ അത് പിന്നെ വളരെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല. നെൽസൺ എത്ര പ്രാവശ്യം കണ്ടു? ഞാൻ 2 പ്രാവശ്യം കണ്ട്. സത്യം 2 പ്രാവശ്യം. ഒന്ന് പുല്ലൂർ വെച്ച് 4-5 തവണ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നു. ആര്? അത്ര ആൾക്കാരായിരിക്കും. എനിക്കൊരുപാട് പല പ്രാവശ്യം ആൾക്കാർ എണ്ണത്തിൽ കൂടുതലാണ്. ഞാൻ റിപ്പീറ്റ് ഓഡിയൻസ് ആണ് സിനിമയുടെ വിജയത്തിൻ്റെ വലിയ കാരണം. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഞാൻ 6 കണ്ടു, ഞാൻ 7 കണ്ടു, 8 കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് പോവുകയാണ്, തിയേറ്ററിലാണ് 7-ാം പ്രാവശ്യം, തിയേറ്ററിലാണ് 5-ാം പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ മെസ്സേജ് അയക്കും. എനിക്ക് ഓണപ്പരം ഇന്നുകൊണ്ട് പ്രോഗ്രാം. നെൽസൺ രാവിലെ 7 മണി സ്റ്റേജിൽ നിൽക്കുമായിരുന്നു. ഇറങ്ങാൻ ഞാൻ വീട്ടിൽ, പക്ഷേ ഞാൻ ഉത്രാടത്തിനന്ന് ഉത്രാടത്തിനന്ന് വീട്ടിൽ നിന്ന് ഞാൻ എല്ലാവരെയും കൊണ്ട് കാണിച്ചു. 2 മക്കളെ രണ്ടാം ദിവസം ഞാൻ കൊണ്ട് കാണിച്ചു. നെൽസണ് കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. നെൽസണ് മമ്മൂക്കയുടെ ഇടി കിട്ടിയിട്ടില്ലല്ലോ. അതിപ്പോ ഒന്നും കൊടുക്കാവുന്നേ. പിടിച്ചില്ലേ? ഇവിടെ ചുമ്മാ ഒരടി അടിച്ചാല്. ഒരടി അടിച്ചല്ലേ? ഒരടി അടിച്ചത്. അത് ഈ സിജോയ് സിനിമയിൽ അഭിനയിക്കുന്നതിന് സിജോയ് ആ റോളിന് നമ്മുടെ ആലോചിച്ചതിന് ശേഷം ഇവരെന്നോട് സിജോയ്ക്ക് എന്താ ഭാര്യയ്ക്ക് പ്രസവമാണ്, അതുകൊണ്ട് സിജോയ്ക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭാര്യ പ്രസവിക്കുന്ന ഒരാളോട് പ്രസവിപ്പിക്കരുത്, കുറച്ച് എക്സ്ട്രാ പോസ്റ്റ്പോൺ ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഭാര്യ പ്രസവിച്ച സമയത്ത് ഇല്ലാതെ പോയാൽ ദുഃഖിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സിജോയ് അവിടെ നിൽക്കട്ടെ. എത്രാമത്തെ? 4ാമത്തെ. ആ സിസ്റ്റർ പറഞ്ഞു ഇനിയെങ്കിലും ഒരു ഇടവേള കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിനെപ്പറ്റി സാധാരണ പറയാണ്ട് സുരേഷ് ഗോപിയുടെ ഭാര്യ ഒരിക്കൽ പറഞ്ഞത്രേ, സുരേഷ് ഗോപിക്ക് ഈ മറ്റേന്തിനു പറയാ, ഈ രാഖി കെട്ടാൻ പോകണം. പിള്ളേർ കൂടിയിട്ടേ ഇനി സഹോദരിയായിട്ട്. ഞാൻ ഭാര്യടുത്ത് പറഞ്ഞു, എടിയത് മമ്മൂക്ക പോലും ദുൽഖറിനെ ചലുവിനെ ആദ്യമായിട്ട് കാണാതെ 8ാം ദിവസമാണെന്ന് ഞാൻ കേട്ട്, അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ പറഞ്ഞ് പോയിക്കോ 6 ദിവസമായി, അതിനേക്കാളും മുമ്പേ തന്നെ പോയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ അത് വന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ത്യാഗമുണ്ട് പുള്ളിയുടെ ഭാഗത്ത്. കാര്യം 4ാമത്തെ കുട്ടിയാണെങ്കിലും ആൺകുട്ടി, ആൺകുട്ടി 4ാമത്തെ ആൺകുട്ടിയാണ്. അവന് വലിയ സിജോയായിട്ട് ആദ്യത്താണ് എല്ലാം ആണ്. അല്ലല്ല 2 പെൺപിള്ളേരുണ്ട്. 2 ഇപ്പൊ 2 ഈക്വലായി. പ്രശ്നമില്ല, പിള്ളേർക്ക് പ്രശ്നമില്ല. അവർക്ക് 2 പേർ ഫ്രണ്ട്സായി. എത്ര പിള്ളേരാ? എനിക്ക് 2. ആ എനിക്ക് ആകാം കേട്ടോ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അപ്പോൾ അങ്ങനെ രാജാതിരാജ പുള്ളിയുടെ റോൾ എന്താണെന്നറിയോ? എന്ന് പറഞ്ഞു കൊടുത്തേ. അളിയൻ അല്ലാതെ വേറെ എന്താ പണി? ചന്ദ്രു കഥാപാത്രം ചന്ദ്രു എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഈ ഭാഗത്ത് പറയുന്നില്ല. ചന്ദ്രു നമ്മൾ ആ മറ്റേ ഭാഗത്തെ പറയുന്നു. ഇതിനകത്ത് ജോജോയ്ക്ക് 2 പേരെ അറിയാവുള്ളൂ. പക്ഷെ ജോജോ 2 പേരും കണ്ടൊന്നുമില്ല. ജോജോ ഇയാളും തമ്മിൽ കണ്ടിട്ടില്ല. ഇയാൾ ആ ഫ്ലാഷ് ബാക്കിൽ വരുന്ന ഒരാൾ തന്നെയാണ്. ഇയാള് എന്ന് പറയുന്നുണ്ട്. എൻ്റെ മകനെ ചീത്ത, അതായത് അവിടെ പറയുന്നില്ല എൻ്റെ മകനെ ചീത്തയാക്കിയത് ഇവനാന്ന് പറയുന്നുണ്ടല്ലോ നമ്പൂരി സാറിൻ്റെ ക്യാരക്ടർ. ആ മോനായിട്ട് ലക്ഷ്മി റോയുടെ ആങ്ങള. എന്നിട്ട് അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ മമ്മൂക്കയും ഞാനും അത് സിനിമയുടെ ഒരു വലിയ ഭാഗമായത് കാരണം ഒരുപാട് പേര് ഇത്രയും പേര് കണ്ടു. കുറച്ചൊക്കെ പറയാം അല്ലെ. ആദ്യമായിട്ടാണ് ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്നത്. അപ്പോൾ ഹീറോയുടെ ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് അല്ല ശരിക്ക് നമുക്ക് ഈ പിള്ളേര് നമ്മള് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പോകുന്നതിന് മുമ്പ് പിള്ളേര് കുറച്ച് കണ്ടീഷൻസ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആളെ കൊല്ലല്, ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ, അങ്ങനത്തെ റോളൊന്നും അപ്പൊ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കള്. കാരണം അവർക്ക് അവരുടെ അപ്പനാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ മമ്മൂക്കയുടെ കൂടെയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഇല്ല. അതുകൊണ്ട് കയറി അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പിള്ളേർക്ക് മനസ്സിലാവും. അവർ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അതൊക്കെ കഥയുടെ ഭാഗമായത് കാരണം പറയുന്നില്ല. എന്നാലും ആ പെങ്കുച്ചിന് എന്നാലും അപ്പ വെടി പറഞ്ഞല്ലേ സങ്കടമാണ് അവർക്ക്. പിള്ളേർക്ക് അപ്പൊ അവർക്ക് ഈ അതിന് ചെറിയ സൈക്കോളജി ഉണ്ട്. നമുക്ക് വില്ലന്മാരുടെ ഭയങ്കര ദേഷ്യമായിരിക്കും സിനിമ കാണുമ്പോൾ ചെറുപ്രായത്തിൽ.
അപ്പോൾ നമ്മുടെ സ്വന്തം അച്ഛനെയാണല്ലോ നമ്മൾ വെറുക്കേണ്ടത് എന്നുള്ളൊരു അവസ്ഥയാണ് അവരുടെ ടെൻഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അയാളൊരു ദുഷ്ടനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പനല്ലേ എന്നുള്ളൊരു സാധനം കിടപ്പുണ്ട്. അതാണ് പിള്ളേരുടെ ഏറ്റവും വലിയ ഡയലമ്മ. അത് പറഞ്ഞാൽ അഭിനയമാണെന്ന് പറഞ്ഞാൽ മതി. കുറച്ചേ മനസ്സിലായവർക്ക് ഈ പ്രായമായതുകൊണ്ടാണ്. എന്റെ ചെറിയ മോള് കരഞ്ഞുപോയി വെടിയേറ്റ് മരിച്ചു വീഴുമ്പോ ഞാൻ അവളെ കൈപിടിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ട്. അവൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കിതുവരെ ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ എന്താണ് പറയുന്നത്, സന്ദർഭം എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഒരു വലിയ ഘട്ടത്തിന് മുകളിൽ താഴെ വീഴുമ്പോൾ എൻ്റെ ഉമ്മ എന്നോട് വന്നതാണ്. എൻ്റെ ഉമ്മക്ക് ഭയങ്കര സങ്കടമായി പോയത്. അങ്ങനെയൊന്നും ചെയ്യണ്ട, വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഉമ്മ. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സിനിമയിൽ ഒന്ന് പിന്നെ കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ തിരിച്ച് ഇവിടെ വീട്ടിലിരിപ്പുണ്ടല്ലോ. എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മായിമ്മ ഭാര്യയുടെ നിന്ന് കഥ കേട്ടു. കഥ കേട്ട് കഴിഞ്ഞപ്പോ അവനെ ഇടിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലേ, അവൻ മരിക്കുമല്ലേ? എന്നാ ഞാനില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഏതായാലും നമുക്ക് വീണ്ടും അതിൻ്റെ ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് വീണ്ടും വരാം. അപ്പം നെൽസൺ ഇനിയിപ്പോൾ മദ്യപാനത്തിൻ്റെ കാര്യം കൂടുക. മദ്യപാനം നമ്മുടെ സിനിമ ഏതായാലും രാജാതിരാജ ഒരു വലിയ വിജയമായിരിക്കുകയാണ്. ഈ ഓണത്തിന് നിങ്ങൾ പറഞ്ഞതുപോലെ ഓണത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സിനിമ ഇത് തന്നെയാണ്. അത് മറ്റുള്ള സിനിമകളും അതിൻ്റേതായ രീതിയിൽ അവരൊക്കെ അർഹിക്കുന്ന രീതിയിലുള്ള എല്ലാ അംഗീകാരങ്ങളും കിട്ടും. നമ്മുടെ സിനിമ നമ്മളൊക്കെ അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നു. അതേതായാലും മലയാളി പ്രേക്ഷകർക്ക് നമ്മൾ ഓണം ആശംസിക്കാനുള്ള സമയം വളരെ വൈകിപ്പോയി. എങ്കിലും ഞങ്ങൾ വീണ്ടും ഒരു ഓണം ആശംസിക്കുകയാണ്. നിങ്ങളെ ഇത്രയും നേരം ഞങ്ങളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.